വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് +1 ഇംഗ്ലീഷിലെ ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന ചാപ്റ്ററാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചെയ്യുന്ന ഒരു ക്ലാസ്സാണിത്. ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഡിസ്കോഴ്സ് ഐറ്റംസ്, ചാപ്റ്റർ സമ്മറി തുടങ്ങിയവയൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ചാപ്റ്റർ സമ്മറി നോക്കാം. ദ ലെസൺ ആൻഡ് ദെൻ ഗാന്ധി കെയിം ഈസ് ടേക്കൺ ഫ്രം ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ ബൈ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു എഴുതിയ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന ബുക്കിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ ആൻഡ് ദെൻ ഗാന്ധി കെയിം. നെഹ്റു ഡിസ്ക്രൈബ്സ് ദ അൺസർട്ടൻ കണ്ടീഷൻ ഇൻ ഇന്ത്യ ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ. നമ്മുടെ ചാപ്റ്ററിലെ ഫസ്റ്റ് ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത് നെഹ്റു വിവരിക്കുന്നത് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഇന്ത്യ ഫേസ് ചെയ്ത അൺസർട്ടൻ കണ്ടീഷനാണ്. The first world war had a terrible impact on Indian people. ഒന്നാം ലോക മഹായുദ്ധം ഇന്ത്യക്കാരുടെ മേലെ ഒരുപാട് ഇമ്പാക്ട്സ്, അനന്തരഫലങ്ങൾ ഉണ്ടാക്കി. The Indians were in a state of darkness and they had no one to guide them. ഇന്ത്യക്കാർ ഡാർക്ക്നെസ്സിലായ പോലെയായിരുന്നു. മാത്രമല്ല അവരെ ഗൈഡ് ചെയ്യാൻ, അവരെ നയിക്കാൻ ഒരു ലീഡർ പോലും ഉണ്ടായിരുന്നില്ല. It was at this point that Gandhi came. ഈ ഒരു അവസ്ഥയിലാണ് ഗാന്ധി ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് വരുന്നത്. വിത്ത് ഗാന്ധിജീസ് അറൈവൽ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ടുക്ക് എ ന്യൂ ഷേപ്പ്. അതുകൊണ്ട് തന്നെ ഗാന്ധി ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് വന്നതോടുകൂടി ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റ് പുതിയൊരു രൂപത്തിലായി. ഗാന്ധിജി വാസ് എ പവർഫുൾ കറൻറ്റ് ഓഫ് ഫ്രഷ് എയർ. ഹി വാസ് ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് ദാറ്റ് കുഡ് പിയേഴ്സ് ദ ഡാർക്ക്നെസ്. ഹി വാസ് ദ വേൾഡ് വിൻ. നെഹ്റു ഗാന്ധിജിയെ വിശേഷിപ്പിക്കുന്നത് ഹി വാസ് എ പവർഫുൾ കറൻറ്റ് ഓഫ് ഫ്രഷ് എയർ, അതായത് ശ്വാസം മുട്ടി നിൽക്കുന്ന ഇന്ത്യക്കാർക്ക് കിട്ടിയ ഒരു ഫ്രഷ് എയർ ആയിരുന്നു ഗാന്ധി. അതുപോലെ ഡാർക്ക്നെസ്സിലേക്ക് അരിച്ചിറങ്ങുന്ന ഒരു വെളിച്ചമായിരുന്നു, ലൈറ്റായിരുന്നു ഗാന്ധിജി. ഹി വാസ് ദ വേൾഡ് വിൻ. അദ്ദേഹം ഒരു കൊടുങ്കാറ്റ് പോലെയായിരുന്നു. ഹി എക്സോർട്ടഡ് ദ റിച്ച് പീപ്പിൾ ടു സ്റ്റോപ്പ് എക്സ്പ്ലോയിറ്റിംഗ് ദ പുവർ പീപ്പിൾ. ഗാന്ധി റിച്ചായ ആളുകളോട് ആവശ്യപ്പെട്ടത് പാവങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, ചൂഷണം ചെയ്യുന്നത് നിർത്താൻ വേണ്ടിയിട്ടായിരുന്നു. ഹി വാണ്ടഡ് ടു ഗെറ്റ് റീഡ് ഓഫ് പോവർട്ടി ആൻഡ് മിസറി ഇൻ ഇന്ത്യ. പിന്നെ അദ്ദേഹം പരിശ്രമിച്ചത് ഇന്ത്യയിലെ പോവർട്ടിയും അതുപോലെ മറ്റു ബുദ്ധിമുട്ടുകൾ, ഇന്ത്യക്കാർ അഭിമുഖീകരിക്കുന്ന മറ്റു ബുദ്ധിമുട്ടുകൾ, അൺഎംപ്ലോയ്മെൻറ്റ് പോലുള്ള, എക്സ്പ്ലോയിറ്റേഷൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഗാന്ധി പരിശ്രമിച്ചത്. ദ എസൻസ് ഓഫ് ഹിസ് ടീച്ചിങ്സ് വാസ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. ഗാന്ധി പഠിപ്പിച്ച രണ്ട് പ്രധാന കാര്യങ്ങളാണ് ട്രൂത്തും ഫിയർലെസ്നെസ്സും. ഗാന്ധി അപ്രൂട്ടഡ് ഫിയർ ഫ്രം ദ മൈൻഡ് ഓഫ് ദ പീപ്പിൾ. ഗാന്ധി എന്ത് ചെയ്തു? ഇന്ത്യക്കാരുടെ മൈൻഡിൽ നിന്നും ഫിയറിനെ എടുത്തു കളഞ്ഞു. കാരണം ആ സമയത്ത്, ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ സമയത്ത് ഇന്ത്യയിലെ കോമൺ പീപ്പിൾ, എസ്പെഷ്യലി സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ള കോമൺ പീപ്പിൾ അഭിമുഖീകരിച്ചിരുന്ന പ്രശ്നമായിരുന്നു എന്താ? ഫിയർ. അവർക്ക് പോലീസിനെ പേടിക്കണം, ബ്രിട്ടീഷ് ഒഫീഷ്യൽസിനെ പേടിക്കണം, ലാൻഡ് ലോഡ്സിനെ പേടിക്കണം, പോവർട്ടിയെ പേടിക്കണം, അൺഎംപ്ലോയ്മെൻറ്റിനെ പേടിക്കണം. ഇങ്ങനെ ഒരുപാട് ഫിയേഴ്സ് ആയിരുന്നു ജനങ്ങളുടെ മൈൻഡിലുണ്ടായിരുന്നത്. ഗാന്ധി ഫസ്റ്റായിട്ട് പരിശ്രമിച്ചത് ആളുകളുടെ മൈൻഡിൽ നിന്നും ഈ ഫിയറിനെ എടുത്തു കളയാനാണ് ഗാന്ധി പരിശ്രമിച്ചത്. ഹി ഗൈഡഡ് ദ പീപ്പിൾ ഓൺ ദ വേ ഓഫ് ട്രൂത്ത്. ഗാന്ധി പറഞ്ഞത് എന്താ? ഫിയർ മൈൻഡിൽ നിന്ന് പോകണമെങ്കിൽ നമ്മൾ ട്രൂത്ത്ഫുൾ ആവണം, സത്യസന്ധരാവണം. ഗാന്ധിജീസ് ടു ഫോൾഡ് ആക്ഷൻ വാസ്. ഇനി പറയുന്നത് ഗാന്ധിയുടെ പ്രവർത്തനങ്ങളാണ്. ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ രണ്ട് തരത്തിലുള്ളതായിരുന്നു. റെസിസ്റ്റിംഗ് ഫോറിൻ റൂൾ ആൻഡ് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് അവർ ഓൺ സോഷ്യൽ ഈവിൾ ദാറ്റ് ഈസ് ഇൻസൈഡ് ദ കൺട്രി. ഗാന്ധിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് റെസിസ്റ്റിംഗ് ഫോറിൻ റൂൾ, അതായത് വിദേശ ഭരണത്തെ പ്രതിരോധിക്കുക, ബ്രിട്ടീഷുകാരെ പ്രതിരോധിക്കുക. അതേസമയം എന്ത് ചെയ്യണം? ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് സോഷ്യൽ ഈവിൾസ് ഇൻസൈഡ് ദ കൺട്രി. രാജ്യത്തിനകത്തുള്ള സോഷ്യൽ ഈവിൾസ്, സാമൂഹിക തിന്മകൾക്കെതിരെ പോരടിക്കുക. ദാറ്റ് മീൻസ് അൺടച്ചബിലിറ്റി ഉണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യ അഭിമുഖീകരിച്ചിരുന്നു. അപ്പോൾ ഇന്ത്യക്ക് അകത്തുള്ള സോഷ്യൽ ഈവിൾസിനെതിരെ പ്രതികരിക്കുക, അതേസമയം ബ്രിട്ടീഷ് റൂളിനെ റെസിസ്റ്റ് ചെയ്യുക. ഗാന്ധിജി ഹാഡ് ഡ്രീംസ് അബൌട്ട് ഇന്ത്യ ടു ബ്രിങ് സോഷ്യൽ ആൻഡ് റിലീജിയസ് ഹാർമണി. ഗാന്ധി ഒരു നല്ല ഇന്ത്യയെ സ്വപ്നം കണ്ടിരുന്നു. ആ ഇന്ത്യ എങ്ങനെയാവണം? സോഷ്യൽ ആൻഡ് റിലീജിയസ് ഹാർമണി. ആ ഇന്ത്യയിൽ എന്ത് വേണം? സാമൂഹികമായിട്ടും മതപരമായിട്ടും ഹാർമോണിയസ് ജീവിതമുള്ള ഒരു ഇന്ത്യയാണ് ഗാന്ധി സ്വപ്നം കണ്ടത്. ഹി വാണ്ടഡ് ടു എൻഷുർ ഈക്വൽ റൈറ്റ്സ് ഫോർ വിമൻ. മാത്രമല്ല, സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശമാണ് ഗാന്ധി സ്വപ്നം കണ്ട ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഹി ഡ്രീംഡ് ഓഫ് ആൻ ഇന്ത്യ ഫ്രീ ഫ്രം ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്. അതുപോലെ മദ്യം, മയക്കുമരുന്ന്
എന്നിവയിൽ നിന്നും മോചനം കിട്ടിയ ഒരു ഇന്ത്യയാണ് ഗാന്ധി സ്വപ്നം കണ്ടിരുന്നത്. അണ്ടർ ഗാന്ധിജീസ് ലീഡർഷിപ്പ് ഇന്ത്യ അറ്റൈൻഡ് ഫ്രീഡം ഫ്രം ബ്രിട്ടീഷ് റൂൾ. നമുക്കറിയാം ഗാന്ധിയുടെ ലീഡർഷിപ്പിൻ്റെ കീഴിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഗാന്ധിജി വാസ് എ മാൻ ഓഫ് സ്ട്രോങ് വിൽ പവർ ആൻഡ് സെൽഫ് കോൺഫിഡൻസ്. നെഹ്റു ഗാന്ധിയെ വിശേഷിപ്പിക്കുന്നത് എ മാൻ ഓഫ് സ്ട്രോങ് വിൽ പവർ, ഉറച്ച തീരുമാനമുള്ള വ്യക്തിയാണ്. ആൻഡ് ഓൾസോ സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തി കൂടിയാണ് ഗാന്ധി. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് നെഹ്റു പറയുന്നത് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഇന്ത്യ അഭിമുഖീകരിച്ച കാര്യങ്ങളായിരുന്നു. ഇന്ത്യ ഒരു അൺസർട്ടൻ കണ്ടീഷനിലായിരുന്നു. ഈ സമയത്താണ് ഗാന്ധി ഇന്ത്യയിലേക്ക് വരുന്നത്. അദ്ദേഹം ഒരു ഫ്രഷ് എയർ പോലെയായിരുന്നു ജനങ്ങൾക്ക്. പിന്നീട് പറഞ്ഞത് ഗാന്ധിയുടെ ടീച്ചിങ്സ്, ട്രൂത്ത് ആൻഡ് ഫിയർലെസ്നെസ്. പിന്നെ പറഞ്ഞ് ഗാന്ധിയുടെ ടു ഫോൾഡ് ആക്ഷൻ. പിന്നീട് പറയുന്നത് ഗാന്ധി സ്വപ്നം കണ്ട ഇന്ത്യയുടെ ക്വാളിറ്റീസ് ആണ്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. സോ ഇനി നമുക്ക് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. എസ്പെഷ്യലി പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ടും സ്പീച്ചായിട്ടും ആർട്ടിക്കിളായിട്ടൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റെലവൻസ് ഓഫ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾ. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിൻ്റെ, ദാറ്റ് മീൻസ് തത്വങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് എഴുതാൻ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഇത് സ്പീച്ചായിട്ടും ആർട്ടിക്കിളായിട്ടും പാരഗ്രാഫായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൻ്റെ ആൻസറിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ചില പോയിന്റ്സ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലിസൺ. ഗാന്ധിജി സ്റ്റുഡ് ഫോർ ദ പ്രിൻസിപ്പിൾ ഓഫ് ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ്. ഗാന്ധി മുന്നോട്ട് വെച്ച, ഗാന്ധി ഫോളോ ചെയ്ത രണ്ട് പ്രിൻസിപ്പിൾസ് ആണ് ട്രൂത്തും നോൺ വയലൻസും. ഹി ഡിഡ് നോട്ട് മേക്ക് വാർ ബട്ട് പീസ്. ഗാന്ധി എപ്പോഴും എന്തിനാണ് ആഗ്രഹിച്ചത്? യുദ്ധങ്ങൾ ഉണ്ടാക്കാനല്ല, പകരം പീസ്, സമാധാനത്തിനാണ്. ഹിസ് വെപ്പൺ വാസ് ട്രൂത്ത് ഓർ സത്യാഗ്രഹ. ഗാന്ധിയുടെ വെപ്പൺസ് എന്ന് പറയുന്നത് ട്രൂത്തും സത്യാഗ്രഹയുമാണ്. ഹിസ് സ്ലോഗൻ ബി ഫിയർലെസ് ഇൻസ്പയർഡ് ദ യൂത്ത്. ഗാന്ധി മുന്നോട്ട് വെച്ചൊരു മുദ്രാവാക്യമാണ് ബി ഫിയർലെസ്, പേടിക്കാതിരിക്കുക, അഭയ, അല്ലേ, പേടിക്കാതിരിക്കുക. ഇത് അന്നത്തെ കാലത്ത് യൂത്തിനെ അങ്ങേയറ്റം ആകർഷിച്ചിരുന്നു. ഹി എംഫസൈസ്ഡ് ഡിഗ്നിറ്റി ഓഫ് ലേബർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്. അതുപോലെ ഗാന്ധി ഹ്യൂമൻ വാല്യൂസിനെയും എല്ലാ ജോലിയുടെ മാന്യതയെയും ബഹുമാനിച്ചിരുന്നു. ഹി വാസ് അഗെയിൻസ്റ്റ് ആൾ സോഷ്യൽ ഈവിൾസ് ലൈക്ക് ചൈൽഡ് മാരേജ്, ഡ്രഗ്സ്, ഡ്രിങ്ക്സ്, ഇനീക്വാളിറ്റി എക്സെട്ര. അതേപോലെ ഗാന്ധി എതിർത്തിരുന്ന കാര്യങ്ങളാണ് നമ്മുടെ സാമൂഹിക തിന്മകളായിട്ടുള്ള ചൈൽഡ് മാരേജ്, ഡ്രഗ്സ്, ഡ്രിങ്ക്സ്, ഇനീക്വാളിറ്റി. ഇതിനെതിരെയൊക്കെ ഗാന്ധി പ്രതികരിച്ചിരുന്നു. ഹി വോയിസ്ഡ് ഫോർ കമ്മ്യൂണൽ ഹാർമണി. മതങ്ങൾക്കിടയിലുള്ള സമത്വത്തിന് വേണ്ടിയിട്ട്, കമ്മ്യൂണൽ ഹാർമണിക്ക് വേണ്ടി ഗാന്ധി ശബ്ദമുയർത്തിയിരുന്നു. ഗാന്ധിജി റെസ്പെക്റ്റഡ് ട്രഡീഷൻ. അതുപോലെ ഗാന്ധി നമ്മുടെ ട്രഡീഷന്, പാരമ്പര്യത്തെ ബഹുമാനിച്ചിരുന്നു. ഹിസ് റിലീജിയൻ വാസ് ആൾ ഇൻക്ലൂസീവ്. ഗാന്ധിയുടെ റിലീജിയൻ എന്ന് പറയുന്നത് ആൾ ഇൻക്ലൂസീവ് ആണ്. എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒന്നായിരുന്നു ഗാന്ധിയുടെ മതം. ഹി അപ്രിഷിയേറ്റഡ് ആൾ കൾച്ചേഴ്സ് ബട്ട് ഹി വാസ് ഡീപ് റൂട്ടഡ് ഇൻ ഹിസ് കൾച്ചർ. എല്ലാ കൾച്ചേഴ്സിനെയും, എല്ലാ സംസ്കാരങ്ങളെയും ബഹുമാനിക്കുന്നതോടൊപ്പം ഗാന്ധി തൻ്റെ സംസ്കാരത്തിൽ അങ്ങേയറ്റം ഡീപ്പ് റൂട്ടഡ് ആയിരുന്നു. വി ഷുഡ് വർക്ക് ഹാർഡ് ടു ഫുൾഫിൽ ഹിസ് ഡ്രീംസ്. ഗാന്ധിയുടെ സ്വപ്നം നിറവേറ്റാൻ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. വി ഷുഡ് അപ്ഹോൾഡ് ഡെമോക്രാറ്റിക് വാല്യൂസ്. അതുപോലെ ഡെമോക്രാറ്റിക് വാല്യൂസ്, ജനാധിപത്യ മൂല്യങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിക്കണം. വി ഷുഡ് എൻഷുവർ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ജെൻഡർ ഇക്വാളിറ്റി. സാമൂഹിക സമത്വവും അതുപോലെ ജെൻഡർ ഇക്വാളിറ്റിയും നമ്മൾ ഉയർത്തിപ്പിടിക്കണം. ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ് ടു റീട്രേസ് ഹിസ് സ്റ്റെപ്സ്. ഗാന്ധിയുടെ പാതകൾ നമ്മൾ പിന്തുടരണം. ഇത്രയൊക്കെയാണ് റെലവൻസ് ഓഫ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട പോയിൻറ്റ്സ്. ശ്രദ്ധിക്കുക, ഇത് പാരഗ്രാഫായും സ്പീച്ചായും ആർട്ടിക്കിളായിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കേവലം പോയിൻറ്റ്സ് മാത്രമാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ സ്പീച്ച് അതുപോലെ ആർട്ടിക്കിളൊക്കെ ആണെങ്കിൽ ഈ പോയിൻറ്റ്സ് ഉപയോഗിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റി സൈഡിൽ വരുന്ന ഒരു ഡിസ്കോസ് ഐറ്റം ആണ് ലെറ്റർ ടു ദ എഡിറ്റർ. നെക്സ്റ്റ് ആ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലെറ്റർ ടു എഡിറ്ററിൻ്റെ ഫോമാറ്റ് ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഫോമാറ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഫസ്റ്റ് ഫ്രം അഡ്രസ്സ് ആണ് കൊടുക്കേണ്ടത്. അതിന് താഴെ ഡേറ്റ് കൊടുക്കണം. ദെൻ ടു അഡ്രസ്സ് നൽകണം. അതിന് താഴെ സല്യൂട്ടേഷൻ കൊടുക്കണം. സർ അല്ലെങ്കിൽ ഡിയർ സർ എന്നിവയാണ് സല്യൂട്ടേഷനായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് സബ്ജക്റ്റ് കൊടുക്കണം. സബ്ജക്റ്റ് ക്വസ്റ്റ്യനിലുണ്ടാവും, അതേ സബ്ജക്റ്റ് കൊടുക്കുക. അതുപോലെ പിന്നീട് നമ്മൾ എഴുതുന്നത് പാരഗ്രാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എഴുതണം. അങ്ങനെ
ലെറ്റർ അവസാനിപ്പിക്കുന്ന സമയത്ത് ലാസ്റ്റ് കൺക്ലൂഡിങ് ഫ്രേസ് വേണം. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സ് ട്രൂലി എന്നിവയൊക്കെയാണ് കോമൺ ആയി ഉപയോഗിക്കുന്ന കൺക്ലൂഡിങ് ഫ്രേസുകൾ. ദെൻ അയക്കുന്ന ആളുടെ സിഗ്നേച്ചർ, അതിൻ്റെ താഴെ നെയിം എന്നിവയും ഉൾപ്പെടുത്തണം. ഇനി നമുക്കൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ലിസൺ. ഗാന്ധി ഡ്രീംഡ് ഓഫ് ആൻ ഇന്ത്യ വേർ ദർ ഈസ് നോ റിച്ച് പുവർ ഡിവൈഡ്, ആൻ ഇന്ത്യ ഇൻ വിച്ച് ദർ ഈസ് നോ ഹൈ ക്ലാസ് ആൻഡ് ലോ ക്ലാസ് ഓഫ് പീപ്പിൾ, an India in which all communities shall live in perfect harmony. Do you think India uphold all the ideals envisioned by the father of our nation? Write a letter to the editor of a popular daily bringing out your concern. ക്വസ്റ്റനിൽ എന്താ പറയുന്നത്? നമുക്കറിയാം ഗാന്ധി കണ്ട സ്വപ്നത്തിലുള്ള ഇന്ത്യ എന്ന് പറയുന്നത് അവിടെ എന്ത് പാടില്ല? റിച്ച് പുവർ ഡിവൈഡ് പാടില്ല, പണക്കാരും പാവപ്പെട്ടവരും തമ്മിലുള്ള ഡിഫറൻസ് പാടില്ല, ഓൾ പീപ്പിൾ ലിവ് ഇൻ പെർഫെക്റ്റ് ഹാർമണി. ഗാന്ധി അതാണ് പറയുന്നത്. ഹൈ ക്ലാസ് പാടില്ല, ലോ ക്ലാസ് പാടില്ല, എല്ലാ സമുദായങ്ങളും എല്ലാ മതങ്ങളും ഹാർമോണിയസ് ആയിട്ട് ജീവിക്കണം. ഇതൊക്കെ ഇന്ന് നിറവേറ്റിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമ്മളോട് എന്താ പറയുന്നത്? റൈറ്റ് എ ലെറ്റർ ടു ദ എഡിറ്റർ ഓഫ് എ പോപ്പുലർ ഡയലി ബ്രിങ്ങിങ് ഔട്ട് യുവർ കൺസേൺ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് എഡിറ്റർക്കൊരു ലെറ്റർ എഴുതണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ ഗാന്ധിയൻ ഐഡിയൽസിനെ കുറിച്ചാണ്, ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതാണ് ഉൾപ്പെടുത്തേണ്ടത്. ആൻസർ നോക്കുക. ഒരു മോഡൽ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് ഫ്രം കൊടുത്തു, ഫ്രം അഡ്രസ്സ് കൊടുത്തു, അതിന് താഴെ ഡേറ്റ് കൊടുത്തു, അതിന് താഴെ ടു അഡ്രസ്സ് എപ്പോഴും ശ്രദ്ധിക്കുക. ദ എഡിറ്റർ എപ്പോഴും അങ്ങനെയാണ് വേണ്ടത്, അവിടെ പേര് വരാൻ പാടില്ല. ദ എഡിറ്റർ എന്ന് കൊടുത്തു. ദെൻ ടൈംസ് ഓഫ് ഇന്ത്യ, ന്യൂസ് പേപ്പറിൻ്റെ പേര് കൊടുത്തു. ദെൻ സല്യൂട്ടേഷൻ സർ. അത് കഴിഞ്ഞിട്ട് എന്താ വരുന്നത്? സബ്ജക്റ്റ് ശ്രദ്ധിക്കുക. റിക്വസ്റ്റ് ടു അപ്ഹോൾഡ് ഗാന്ധിയൻ ഐഡിയൽസ് റിഗാർഡിങ്. ഗാന്ധിയൻ ഐഡിയൽസിനെ കുറിച്ചാണ്, ഗാന്ധിയുടെ കൺസെപ്റ്റിനെ കുറിച്ചാണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ നമ്മൾ ആ സബ്ജക്റ്റ് കൊടുത്തു. ദെൻ പാരഗ്രാഫായിട്ട് അവിടെ ലെറ്റർ കാണാം, നമുക്ക് ജസ്റ്റ് നോക്കാം. I am writing this letter to express my concern about the increasing gap between the rich and the poor in India these days. ഫസ്റ്റ് തന്നെ അതാണ് പറയുന്നത്. ഇന്ത്യയിൽ ഇന്നത്തെ കാലത്ത് റിച്ച് ആളുകളും പൂർ ആളുകളും തമ്മിലുള്ള ഗ്യാപ്പ് വലുതായി വരികയാണ്. ഇന്ത്യ, ആസ് വി ഓൾ നോ, ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി ദാറ്റ് ഈസ് സെക്യുലർ ഇൻ നേച്ചർ. Recent studies reveal that the gap between the rich and the poor is on increasing, and the number of people below poverty line is also increasing. It is high time we realized the seriousness of the situation. I strongly believe that the authorities concerned should bring suitable policies to uplift the poor. The poor should be given free education and job opportunities. Free medical and health insurance should be provided to the BPL families. I would urge the authorities to look into the matter seriously. Kindly publish this through the appropriate columns of your esteemed daily. അപ്പോൾ ശ്രദ്ധിക്കുക, കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ റിക്വസ്റ്റ് നടത്താണ്, കൈൻഡ്ലി പബ്ലിഷ് ദിസ് ത്രൂ ദ അപ്രോപ്രിയേറ്റ് കോളംസ് ഓഫ് യുവർ എസ്റ്റീംഡ് ഡയലി. ഇത് നമുക്ക് എല്ലാ ലെറ്റർ ടു എഡിറ്റർ വന്നാലും നമുക്ക് കൊടുക്കാം. ദെൻ നമ്മൾ കൺക്ലൂഡിങ് ഫ്രേസ് കൊടുത്തു, യുവേഴ്സ് ട്രൂലി, സിഗ്നേച്ചർ, അതിൻ്റെ താഴെ അയക്കുന്ന ആളെ പേര് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് ലെറ്റർ ടു എഡിറ്റർ എഴുതേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ലെറ്റർ ടു എഡിറ്റർ. അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തേണ്ട പോയിന്റ്സ് ഒക്കെ മുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, അതേപോലെ ചാപ്റ്ററിൻ്റെ സമ്മറിയുടെ ഭാഗത്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ പോയിന്റ്സ് ഒന്ന് പഠിച്ചു വെക്കുക. എഴുതുമ്പോൾ ഇതുപോലെ എഴുതുക, പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതുക. നെക്സ്റ്റ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് എസ്സേ റൈറ്റിംഗ്, ആർട്ടിക്കിൾ റൈറ്റിംഗ് തുടങ്ങിയ ക്വസ്റ്റ്യൻസ്. 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. സാധാരണയായി ഇമ്പോർട്ടൻസ് ഓഫ് ഗാന്ധിയൻ വാല്യൂസ് ഇൻ പ്രസൻറ്റ് ഡേ, അതുപോലെ റെലവൻസ് ഓഫ് ഗാന്ധിയൻ വാല്യൂസ് തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. ഇത് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടും ചോദിക്കാറുണ്ട്. ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ് 2-3 തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് റെലവൻസ് ഓഫ് ഗാന്ധിയൻ ഐഡിയാസ് അല്ലെങ്കിൽ നോൺ വയലൻസ്, പീസ്, ഇതിനെക്കുറിച്ചൊക്കെ എഴുതാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ എഴുതേണ്ടത്, ആർട്ടിക്കിൾ എഴുതേണ്ടത് സെയിം ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. ലിസൺ, അനലൈസ് ദ ന്യൂസ് ഹെഡിങ്സ് ഗിവൺ ബിലോ. പോലീസ് നാബ് ഇന്റർസ്റ്റേറ്റ് തീഫ്. എന്താ നാബ് എന്ന് പറഞ്ഞാൽ പിടികൂടുക. പോലീസ് എന്ത് ചെയ്തു? ഇന്റർസ്റ്റേറ്റ് തീഫിനെ പിടികൂടി. ബോഡി ഓഫ് ക്ലാസ് 10 സ്റ്റുഡൻറ് ഫൗണ്ട് ഇൻ വാട്ടർ ഫിൽഡ് പിറ്റ്. ഒപ്പോസിഷൻ ഡിസ്ട്രപ്റ്റ് അസംബ്ലി പ്രൊസീഡിങ്സ്. എ യങ് ഗേൾ ബ്രൂട്ടലി കിൽഡ്.
ഇങ്ങനെ കുറച്ച് ന്യൂസ് കൊടുത്തിട്ടുണ്ട്. ഒക്കെ ബാഡ് ന്യൂസുകളാണ്. കൊലപാതകങ്ങളും അതുപോലെ പോലീസ് ഇൻ്റർസ്റ്റേറ്റ് തീഫിനെ പിടിച്ചതും ഇങ്ങനത്തെ ഒരുപാട് ന്യൂസ് തന്നിട്ട് താഴെ എന്താ പറയുന്നത്, ഇൻ ദ ലൈറ്റ് ഓഫ് ദ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രിപ്പയർ ആൻ ആർട്ടിക്കിൾ ഓൺ ദ റെലവൻസ് ഓഫ് ഗാന്ധിയൻ ഐഡിയാസ് ഓഫ് നോൺ വയലൻസ്, പീസ് ആൻഡ് ഈക്വൽ റൈറ്റ്സ് ഇൻ ദ മോഡേൺ വേൾഡ്. നേരത്തെ നമ്മൾ പറഞ്ഞ അതേപോലെ പറയുന്നത്, ഇന്നത്തെ കാലത്ത് ഗാന്ധിയൻ ഐഡിയാസ് ആയിട്ടുള്ള നോൺ വയലൻസ്, പീസ്, ഈക്വൽ റൈറ്റിൻ്റെയൊക്കെ റെലവൻസ്, പ്രാധാന്യത്തെക്കുറിച്ച് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ആർട്ടിക്കിളാണ്. ശ്രദ്ധിക്കുക, ഒരു മോഡൽ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ ആകുമ്പോൾ ഫസ്റ്റ് ടൈറ്റിൽ കൊടുക്കണം. ഇവിടെ എന്താ, അതേ ടൈറ്റിൽ കൊടുത്താൽ മതി. ദ റെലവൻസ് ഓഫ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, ഗാന്ധിയൻ തത്വങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതുക. ശ്രദ്ധിക്കുക, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2 പേജ് എഴുതണം. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം എന്താണ് ആൻസർ കൊടുത്തിട്ടുള്ളത്. ദ റെലവൻസ് ഓഫ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഈസ് ഇൻക്രീസിംഗ് ഡേ ബൈ ഡേ. Gandhian principles are very important in the modern world. They are the need of the hour. Now we are living in a world where everything is measured in terms of money. The new generation gives no importance to our traditions and values. Gandhiji always emphasized the significance of value-based education. He upheld the principles of ahimsa and non-violence. He also stressed the importance of truthfulness and fearlessness in life. He strongly stood against the social evils like caste system. He was sincere to his words and deeds. At present, we are shocked to hear about the cruel hands against women and children. There are many challenges for them. He firmly believed that women should enjoy the same right as men. He dreamed of an India where all communities live in perfect harmony. Constant vigil should be kept to cherish the Gandhian principles. We should promote them among our children. Government should be very vigilant to include Gandhian values in the school curriculum. Stern steps should be taken in this regard. Though we have been doing a lot, we have miles to go. Let us work hard for a better society. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു. ലാസ്റ്റ് എന്ത് ചെയ്യാണ്, നമ്മുടെ ഒപ്പീനിയൻസ് ഉൾപ്പെടുത്തി. എന്താണ് പറയുന്നത്, ദോ വി ഹാവ് ബീൻ ഡൂയിങ് എ ലോട്ട്, വി ഹാവ് മൈൽസ് ടു ഗോ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇനിയും നമുക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ആർട്ടിക്കിൾ എഴുതുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആർട്ടിക്കിളൊക്കെ ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് അതേപോലെ ചാപ്റ്ററിൻ്റെ സമ്മറി ഭാഗത്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് സ്പീച്ച്. ശ്രദ്ധിക്കുക, ഗാന്ധിയൻ വാല്യൂസിനെ കുറിച്ച് ഗാന്ധി ജയന്തി ഡേക്ക് സ്കൂളിൽ നടത്താനുള്ള സ്പീച്ച്. അതിൻ്റെ ടോപ്പിക്കായിട്ട് തരാം, ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിൻ്റെ ഇമ്പോർട്ടൻസ് തുടങ്ങിയ ടോപ്പിക്സൊക്കെ ആവാം. അപ്പോൾ ഓൾറെഡി ആ പോയിൻറ്സും ടോപ്പിക്കൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സ്പീച്ചിൻ്റെ ഫോമാറ്റ് സെക്കൻഡ് ചാപ്റ്ററിൻ്റെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ സ്പീച്ചിൻ്റെ ഫോമാറ്റൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അതിന് വേണ്ട പോയിൻറ്റ്സ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ റെലവൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് സ്പീച്ച് എഴുതാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ക്വസ്റ്റ്യന് ജനറലായിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ ബേസിക് ആയിട്ട് വരുന്നത് എന്താ, ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിൻ്റെ ഇമ്പോർട്ടൻസ്, ഗാന്ധിയുടെ സ്വപ്നത്തിലുള്ള ഇന്ത്യ. അപ്പോൾ ആ കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. സോ ഇത്രയാണ് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് കൂടുതൽ റെഫറൻസ് വേണമെങ്കിൽ ചാപ്റ്ററിൻ്റെ നോട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ അത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് പറയാനുള്ളത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.